നമ്മളുടെ ക്ലാസ് എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? മെൻ്റൽ എബിലിറ്റിയുടെ ടോപ്പിക്കായിരുന്നു അല്ലേ നമ്മളിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മെൻ്റൽ എബിലിറ്റിയിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന ടോപ്പിക്കാണ് അനാലജി എന്ന് പറയുന്നത്. കേട്ടിട്ടുണ്ടോ അനാലജി എന്ന് പറയുന്നത്? ശിവകാമി, യെസ്, കേട്ടിട്ടുണ്ടോ അനാലജി എന്ന് പറയുന്ന ടോപ്പിക്ക്? എന്താണ് അനാലജി? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? യെസ്, അനാലജി എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, രണ്ട് പെയർ ഓഫ് റിലേഷൻഷിപ്പ് അവർ തന്നിട്ടുണ്ടാവും. ദെൻ നമ്മൾ എന്ത് ചെയ്യാം, രണ്ട് പേരുണ്ടാവും. ദെൻ വൺ പെയർ അവർ തന്നിട്ടുണ്ടാവും, എന്താണ് അതിൻ്റെ റിലേഷൻ എന്ന് അവർ തന്നിട്ടുണ്ടാവും. അടുത്ത പെയറിൻ്റെ റിലേഷൻ നമ്മൾ കണ്ടുപിടിക്കാം, ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവും കേട്ടോ. അതാണ് അനാലജി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? നമുക്കിനി കുറച്ച് കാര്യങ്ങളിൽ കൂടെ നമുക്ക് വരാം കേട്ടോ. എന്താണ് അനാലജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും രണ്ട് സാമ്യമുള്ള വസ്തുക്കൾ അവർ തരും. അതിൻ്റെ റിലേഷൻ നമ്മൾ കണ്ടുപിടിക്കണം. ചിലപ്പോൾ ഓപ്പോസിറ്റ് വേർഡ്സ് ആയിരിക്കും നമുക്ക് തരാം. ദെൻ അല്ലെങ്കിൽ നമുക്ക് എന്തായിരിക്കും തരാം, സെയിം വേർഡ്സ് ആയിരിക്കും. അതായത് സെയിം എന്താ പറയുക, ഓപ്പോസിറ്റ് വേർഡ്സ് അല്ലെങ്കിൽ സെയിം വേർഡ്സ്, സെയിം മീനിങ്ങിലുള്ള വേർഡ്സ് എന്നിങ്ങനെയായിരിക്കും നമുക്ക് തരണ്ടാവുക. അപ്പോൾ നമ്മൾ അതിൻ്റെ റിലേഷൻ കണ്ടുപിടിച്ചതിന് ശേഷം എന്ത് ചെയ്യാം, മറ്റ് റിലേഷൻ, നെക്സ്റ്റ് പെയറിൻ്റെ റിലേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. അപ്പം ഇവിടെ ഞാൻ കുറച്ച് ഡെഫിനേഷൻ എഴുതിയിട്ടുണ്ട്. ഇതൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല, പക്ഷെ എന്താണ് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്കിത് ഉപകരിക്കും. ക്ലിയർ ആവുന്നുണ്ടോ? പക്ഷെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരിക്കലും അനാലജി എന്ന് പറഞ്ഞ ഹെഡിങ്ങോട് കൂടി ആയിരിക്കില്ല നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവാം. നിങ്ങളോട് എന്തേ പറയുള്ളൂ, ഈ ഒരു ക്വസ്റ്റ്യൻ്റെ സാമ്യത അല്ലെങ്കിൽ ആ ഒരു സിമിലാരിറ്റി നിങ്ങൾ കണ്ടുപിടിക്കാമെന്ന് മാത്രമേ പറയുള്ളൂ. അതിലപ്പുറം നിങ്ങളോട് ഈ അനാലജി ആണ് ടോപ്പിക്ക് എന്ന് പറയില്ല. ഈ അനാലജി ടോട്ടലി 3 തരത്തിലുണ്ട്. നമ്മളുടെ ഈ ഒരു NMS സിലബസിൽ 3 തരത്തിലാണ് നമ്മളുടെ അനാലജി ഉള്ളത്. ഒന്ന് വെർബൽ അല്ലെങ്കിൽ വേർഡ് വെച്ചിട്ടുള്ള അനാലജി ഉണ്ട്, അല്ലെങ്കിൽ പിന്നെ എന്താണുള്ളത്, സെക്കൻഡ് വൺ ആണ് ലെറ്റർ അനാലജി എന്ന് പറയുന്നത്. തേർഡ് വൺ ആണ് നമ്പർ അനാലജി. അത് ലെറ്റർ തമ്മിൽ എന്തെങ്കിലും ഒരു റിലേഷൻ ഉണ്ടാവും, നെക്സ്റ്റ് പെയറിന് നമ്മൾ കണ്ടുപിടിക്കാം. നമ്പർ അനാലജിയിൽ എന്താണ്, ആ നമ്പേഴ്സ് തമ്മിൽ എന്തെങ്കിലും ഒരു റിലേഷൻ ഉണ്ടാവും, ദെൻ നെക്സ്റ്റ് നമ്പർ നമ്മൾ കണ്ടുപിടിക്കാം. ക്ലിയർ ആവുന്നുണ്ടോ? നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പക്ഷേ അനാലജി എന്ന് പറഞ്ഞിട്ടല്ല തരാമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ എന്തായിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അപ്പോൾ തരാം? നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു തരാം. അതായത് അനാലജിയുടെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു. എന്താണ് അനാലജി? ഈസ് എ കമ്പാരിസൺ ബിറ്റ്വീൻ 2 തിങ്സ് ദാറ്റ് ആർ സിമിലർ ഇൻ some way. It helps explain or clarify a concept that's showing the relationship between 2 pairs or things of things. Okay. അപ്പം ഏതെങ്കിലും രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള താരതമ്യമാണ് കേട്ടോ പറയുന്നത്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഒന്ന് മലയാളത്തിലും ഉണ്ടാവും ഒരു സൈഡിൽ, then ഒരു സൈഡിൽ ഇംഗ്ലീഷിലും ഉണ്ടാവും. അപ്പം എന്തായിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ? അനാലജി എന്ന് പറഞ്ഞൊരു ഹെഡിങ് ഉണ്ടാവില്ല. ആദ്യത്തെ 2 വാക്കുകൾ ഒരു പ്രത്യേക ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നു. മൂന്നാമത്തെ വാക്കിനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടുപിടിക്കലാണ് നിങ്ങളുടെ ഇത്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഉള്ളത്. നമുക്കിനി കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആവും കാര്യങ്ങൾ. നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യല്ലേ? റെഡി അല്ലേ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ? എല്ലാവരും പ്രസൻ്റ് അല്ലേ? റെഡിയാണോ അല്ലയോ? നിങ്ങൾ കമൻറ്റ് ബോക്സിൽ റെഡിയാണ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യാം. റെഡിയാണോ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ? റെഡി ആണെങ്കിൽ എസ് എന്നൊന്ന് പറഞ്ഞേ. നിങ്ങളെല്ലാവരും റെഡി ആണെങ്കിൽ എസ് എന്നൊന്ന് പറയാമോ? നിങ്ങൾ ചാറ്റ് ചെയ്താൽ മാത്രമാണ് നമ്മളുടെ കോൺവെർസേഷൻ എനിക്ക് നിങ്ങളെ മനസ്സിലാവുള്ളൂ കേട്ടോ. നിങ്ങളവിടെ ഉണ്ടോ, കറൻ്റ്ലി നിങ്ങളവിടെ കാണുന്നുണ്ടോ, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ എന്നൊക്കെ എനിക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതുണ്ടോ, ഇതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഡെസേർട്ട് സാൻഡ് ദെൻ സി എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്നാണ് നമ്മളോടുള്ള ചോദ്യം. അപ്പോൾ ഡെസേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെസേർട്ടിൽ എന്തായിരിക്കും? ഡെസേർട്ട് എന്ന് പറഞ്ഞാലേ മരുഭൂമിയിൽ എന്തായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക? മണലാണല്ലേ. ഏറ്റവും കൂടുതൽ മരുഭൂമിയിൽ മണലായിരിക്കും ഉണ്ടാവുക. അപ്പം അങ്ങനെയാണെങ്കിൽ കടലിൽ എന്തായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക? അതിൻ്റെ ആ റിലേഷൻ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് കിട്ടും എന്താണ് കടലിൽ കൂടുതൽ ഉണ്ടാവുക. നിങ്ങൾക്ക് ഇപ്പം തന്നെ ആൻസർ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? എന്തായിരിക്കും കടലിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക? ടൈഡാണോ? തിരമാലയാണോ? അല്ല. ക്രൊക്കോഡൈലാണോ? അല്ല. ഫിഷാണോ? ഫിഷ് ഉണ്ട്, ഇതൊന്നും ഇല്ലയെന്നല്ല. പക്ഷെ എന്താണ് ഏറ്റവും കൂടുതൽ? നമ്മളുടെ ഈ റിലേഷൻ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ഡെസേർട്ടിൽ ഏറ്റവും കൂടുതലുള്ളത് സാൻഡാണെന്ന് പറഞ്ഞു. അപ്പം സീയിൽ ഏറ്റവും കൂടുതലുള്ളത് എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും വാട്ടർ ആയിരിക്കും. അപ്പം ഏതായിരിക്കും റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്? വാട്ടറാണ്. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ എന്ന് തോന്നുന്നു. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം.
യെസ്, ഇതിൻ്റെ റിലേഷൻ എന്താ? ഓപ്പോസിറ്റ് വേർഡ് ആണ് അല്ലേ തന്നിരിക്കുന്നത്. എങ്ങനെയാണ് തന്നിരിക്കുന്നത്? ഓപ്പോസിറ്റ് വേർഡ്. അതായത് ബ്യൂട്ടിഫുൾ തന്നിട്ടുണ്ട്, ദെൻ അഗ്ലി തന്നിട്ടുണ്ട്. തികച്ചും ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേർഡുകൾ. അപ്പം നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഹെൽത്തിക്ക് ഏത് തരത്തിലുള്ള റിലേഷൻ ആയിരിക്കും ഈ ഓപ്ഷനകത്ത് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഹെൽത്തിക്ക് ഏത് തരത്തിലുള്ള ഇതായിരിക്കും കറക്റ്റ് ആപ്റ്റായിട്ടുള്ള ഓപ്ഷൻ ഏതായിരിക്കും? ഹെൽത്തി എന്ന് പറയുന്നതിന് വീക്ക് ആയിരിക്കോ, സ്ട്രോങ് ആയിരിക്കോ, ഫാറ്റ് ആയിരിക്കോ, സിക്ക് ആയിരിക്കോ? ആർക്കെങ്കിലും ആൻസർ അറിയാമോ? ഒന്ന് കമൻറ്റ് ചെയ്യാമോ? അറിയുന്നവർ, ആൻസർ അറിയുന്നവർ ഓപ്ഷൻ എ ആണോ ഓപ്ഷൻ ബി ആണോ എന്നൊന്ന് കമൻറ്റ് ചെയ്യാമോ? കമൻറ്റ് ചെയ്യാമോ? ഓക്കെ, ഇതിനകത്ത് എന്തായിരിക്കും വരിക? ഹെൽത്തി എന്ന് പറയുന്നത് ആരോഗ്യമുള്ള അല്ലേ? ആരോഗ്യമുള്ള ഒരാൾക്ക് എന്തായിരിക്കും ഹെൽത്തി? അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ വരിക? നമ്മൾ ഓപ്പോസിറ്റ് തന്നെ നോക്കണം കേട്ടോ. ഹെൽത്തി ഓപ്പോസിറ്റ് എന്തായിരിക്കും? സിക്കായിരിക്കും അല്ലേ? സിക്കല്ലേ വരിക? കാരണം ബ്യൂട്ടിഫുൾ, അഗ്ലി ഓപ്പോസിറ്റ് വേർഡ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതേ റിലേഷൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹെൽത്തി ഓപ്പോസിറ്റ് സിക്ക്. ഈ സ്ട്രോങ് വീക്കിന് ഓപ്പോസിറ്റ് ആണ് അല്ലേ? ഇതൊക്കെ ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പം ഈ സ്ട്രോങ്ങും വീക്കും ആയിരിക്കും അവർ തന്നിട്ടുണ്ടാവുക. ദെൻ അടുത്ത റിലേഷൻ നമ്മളോട് ചോദിക്കും. അപ്പം സ്ട്രോങ് വീക്കിന് ഓപ്പോസിറ്റ് ആണ്. അപ്പം ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാ? സിക്ക് എന്ന് പറയുന്നതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. ഇനി അടുത്ത ഒരു ചോദ്യം. ഓക്കെ, ഇതിന് അടുത്ത ചോദ്യത്തിൽ ഏതാണ്? ബുക്ക്, പേപ്പർ, ദെൻ ടേബിൾ തന്നിട്ടുണ്ട്. ടേബിൾ എന്തുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ബുക്ക് പേപ്പറുമായിട്ട്. അതായത് ബുക്കിൽ എന്താ കൂടുതലായിട്ടുള്ളത്? പേപ്പർ അല്ലേ? അപ്പോൾ ടേബിളിൽ എന്തായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക? അല്ലെങ്കിൽ ടേബിൾ എന്തുകൊണ്ടായിരിക്കും? ഈ ഓപ്ഷനിൽ നിന്ന് വേണം കേട്ടോ കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ ടേബിൾ സ്കൂളും ടേബിളുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുമോ? കാരണം ബുക്ക് എന്ന് പറയുന്നത് പേപ്പർ കൊണ്ടാണ് ഉള്ളത് അല്ലേ? ബുക്ക് പേപ്പർ കൊണ്ടല്ലേ ഉള്ളത്. അപ്പോൾ ടേബിൾ എന്തുകൊണ്ടായിരിക്കാം? അപ്പോൾ സ്കൂളല്ല, ടേബിൾ സ്റ്റുഡൻറ്റും അല്ല. ടേബിൾ ചെയറുമായിട്ടാണോ റിലേറ്റ് ചെയ്തിരിക്കുന്നത്? അല്ല. കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബുക്കിനകത്ത് നിറച്ചും പേപ്പറാണ്. അല്ലെങ്കിൽ ബുക്ക് എന്ന് പറയുന്നത് കുറേ പേപ്പറാണ്, നമ്പർ ഓഫ് പേപ്പേഴ്സാണ് അല്ലേ? ബുക്ക് നിർമ്മിച്ചിരിക്കുന്നത് കുറേ പേപ്പർ കൊണ്ടാണ്. അതുപോലെ തന്നെ ടേബിൾ എന്തുകൊണ്ടായിരിക്കും നിർമ്മിച്ചിരിക്കുന്നത്? അല്ലെങ്കിൽ എന്തിൻ്റെ ഇതിലായിരിക്കും ഉള്ളത് എന്നല്ലേ ചോദ്യം വരുന്നത്. എന്തുകൊണ്ടായിരിക്കും നിർമ്മിച്ചിരിക്കുന്നത്? വുഡ് കൊണ്ടായിരിക്കില്ലേ? ഈ ഓപ്ഷനിൽ വുഡ് കൊണ്ടായിരിക്കും കേട്ടോ. ക്ലിയർ ആയോ? അതിൻ്റെ റിലേഷൻ എന്താണെന്നുള്ളത് ക്ലിയർ ആയോ? ക്ലിയർ ആവുന്നുണ്ടോ റിലേഷൻ? ഓക്കെ, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ? ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കുറച്ച് സാമ്പിൾ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? പ്രീവിയസ് ഇയർ 2015 മുതൽ 2024 വരെയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെയാണ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ അനാലജി ഞാൻ പറഞ്ഞു 3 ടൈപ്പ് ഉണ്ട്. അതായത് വെർബൽ അനാലജി ഉണ്ട്, നമ്പർ അനാലജി ഉണ്ട്, ലെറ്റർ അനാലജി ഉണ്ട്. ഇതിനകത്ത് ഏതെങ്കിലും ഒന്നായിരിക്കും നിങ്ങളുടെ എക്സാം പേപ്പറിൽ ഉണ്ടാവുക. ക്ലിയർ ആവുന്നുണ്ടോ? അതായത് ഈ വെർബൽ അനാലജി തന്നെ വരണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഈ ഒരു 5 മാർക്കിന് ഇതിൽ 3-ലും ഏതെങ്കിലും ഒന്നായിരിക്കും. അപ്പോൾ നമ്മൾ ഈച്ച് ആൻഡ് എവ്രി വൺ ക്ലിയർ ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ ഫുള്ള് ഡിസ്കസ് ചെയ്യുന്നത് വെർബൽ അനാലജിയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും മാത്രമാണ്. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, ഇത് നമ്മുടെ കഴിഞ്ഞല്ലേ? അപ്പം ഇനി അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? ഇത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ? കിലോഗ്രാം വെയ്റ്റുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ? കിലോഗ്രാം ഏതുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? അല്ലെങ്കിൽ വെയ്റ്റിൻ്റെ യൂണിറ്റ് ആണ് ഇതെന്ന് പറയുന്നത്, കിലോഗ്രാം എന്ന് പറയുന്നത് അല്ലേ? അപ്പം നമ്മൾ മീറ്ററിനെ എന്തുമായിട്ട് റിലേറ്റ് ചെയ്യും? അതാണ് നമ്മളുടെ ചോദ്യം. എന്തുമായിട്ട് മീറ്ററിനെ നമ്മൾ റിലേറ്റ് ചെയ്യും? ആ കിലോഗ്രാം നമ്മൾ പറയൂലേ, അരിയൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ മറ്റേ 1 കിലോ അരി, അപ്പോൾ അത് വെയ്റ്റിനെ സൂചിപ്പിക്കുകയല്ലേ? അപ്പം മീറ്റർ എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ജേണി ആണോ? അല്ല, ജേണീനല്ലല്ലോ മീറ്ററുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്. റോഡാണോ? റോഡിനെ അല്ല. ക്ലോത്ത് ആണ്, ക്ലോത്ത് മീറ്ററിൽ പറയും. പക്ഷെ ഇവിടെ ചെയ്തിരിക്കുന്ന റിലേഷൻ വെച്ചിട്ട് കിലോഗ്രാമാണ് വെയിറ്റ് എന്ന് പറയുന്നത്. കറക്റ്റ് യൂണിറ്റിലാണ് അല്ലേ പറയുന്നത്. അപ്പം മീറ്റർ എന്താണ് വരിക? ലെങ്ത്തിൻ്റെ യൂണിറ്റ് അല്ലേ മീറ്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ അല്ലേ? ലെങ്ത്തിൻ്റെ യൂണിറ്റ് അല്ലേ മീറ്റർ എന്ന് പറയുന്നത്? ക്ലിയർ അല്ലേ?
ക്ലിയർ അല്ലാത്തവരും ഒന്ന് മെൻഷൻ ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ക്ലിയർ ആവുന്നില്ലെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം വീണ്ടും. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ, നമ്മൾക്കിനി അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതെന്താണ്? സോൾജിയർ, റൈഫിൾ, ദെൻ റൈറ്റർ. അപ്പം എങ്ങനെയാണ് ഇത് വരിക? സോൾജിയറിന് അല്ലെങ്കിൽ ഒരു പട്ടാളക്കാരന് തോക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നതുപോലെ തന്നെ എന്താണ് ഒരു എഴുത്തുകാരന് എന്തോ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായിരിക്കും? പുസ്തകമാണോ? ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം പുസ്തകമാണോ ഇമ്പോർട്ടൻ്റ്? അത് പേപ്പറാണോ, പേനയാണോ, മഷിയാണോ? എന്തായിരിക്കും? സോൾജിയറിന് റൈഫിൾ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ റൈറ്ററിന് എന്താണ്? അതായത് സോൾജിയർ എന്ന് പറയുമ്പോൾ എപ്പോഴും തോക്കുമായിട്ട് നടക്കുന്ന ഒരാളായിരിക്കും, അല്ലെങ്കിൽ തോക്ക് ഉണ്ടാവും. നമ്മളിപ്പോൾ ഒരു സോൾജിയറിൻ്റെ പിക്ചർ നമ്മൾ മൈൻഡിൽ ഇമാജിൻ ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ മൈൻഡിൽ തോക്ക് കയ്യിലെടുത്ത ഒരാൾ എന്നുള്ള ഒരു ഇതല്ലേ, ഇമാജിനേഷൻ അല്ലേ? അതുപോലെ തന്നെ റൈറ്ററിന് എന്തായിരിക്കും അപ്പോൾ വരിക? നിങ്ങൾക്കൊക്കെ ആൻസർ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കണം. കിട്ടിയോ നിങ്ങൾക്ക് ആൻസർ? ആൻസർ കിട്ടിയോ? ഓക്കെ, നമുക്ക് നോക്കാം. ബുക്കായിരിക്കുമോ റൈറ്ററിന്? ബുക്കിനേക്കാൾ ഇമ്പോർട്ടൻ്റ് എന്തായിരിക്കും? ബുക്ക് വേണ്ടാന്നല്ല, ബുക്കിനേക്കാൾ ഇമ്പോർട്ടൻ്റ് എന്തായിരിക്കും? ബുക്ക് മാത്രം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ റൈറ്റർക്ക്. അപ്പോൾ ബുക്കല്ല. ഈ റിലേഷൻ വെച്ച് നോക്കുമ്പോൾ നമ്മളുടെ റൈറ്ററിന് ബുക്കല്ല, പേപ്പറാണോ? പേപ്പർ മാത്രം കിട്ടിയിട്ട് കാര്യമുണ്ടോ? ബുക്കോ പേപ്പറോ സെയിം പർപ്പസ് ആണ് അല്ലേ? അപ്പോൾ പേപ്പർ മാത്രം കിട്ടിയിട്ട് കാര്യമുണ്ടോ? ഇല്ല, സോറി, പേപ്പർ മാത്രം കിട്ടിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. എന്ത് വേണം? പേന വേണം അല്ലേ? അപ്പം എങ്ങനെയാണോ സോൾജിയറിന് റൈഫിൾ എന്നതുപോലെ തന്നെയാണ് റൈറ്റർക്ക് എന്ത്? പേന എന്ന് പറയുന്നത്. ഇങ്ക് എന്ന് പറയുന്നത് അതിനകത്ത് ഉള്ളതല്ലേ? ഇപ്പോൾ റൈഫിളിനകത്ത്, ഇപ്പോൾ തോക്കിനകത്ത് വെടിയുണ്ട വേണം എന്നുള്ളത് പോലെയല്ലേ? പക്ഷേ ഈ റിലേഷൻ എങ്ങനെയാണ്? സോൾജിയർക്ക് റൈഫിൾ വേണം എന്നുള്ളതാണ്. അപ്പം ഇതിനകത്ത് റൈറ്റർക്ക് പേന വേണം എന്നുള്ളതാണ് ഇതിൻ്റെ റിലേഷൻ. ക്ലിയർ ആയോ? യെസ്, ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ ഓക്കെ ദെൻ ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ഏതാ? നിങ്ങൾക്ക് തന്നെ ഇതൊന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഈ ക്വസ്റ്റ്യൻ? ഹാൻഡ്, എൽബോ, ലെഗ്, അപ്പോൾ എന്തുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? ആദ്യം നമ്മൾക്ക് ഹാൻഡ്, എൽബോ ആ റിലേഷൻ ആദ്യം മനസ്സിലാക്കണം. കൈമുട്ട് മലയാളത്തിൽ ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ. 2 ലാംഗ്വേജിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവും ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഹാൻഡ്, കൈമുട്ട്, അതായത് ഹാൻഡ്, എൽബോ, ദെൻ ലെഗ് ഏതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കും എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾക്ക് എല്ലാവർക്കും ആൻസർ കിട്ടിയോ? നിങ്ങളൊന്ന് ട്രൈ ചെയ്യാമോ? നിങ്ങളുടെ ആൻസേഴ്സിനാണ് ഞാനിപ്പോൾ വെയിറ്റ് ചെയ്യണത്. നിങ്ങളൊന്ന് ആൻസർ വേഗം കണ്ടുപിടിക്കാമോ? വേഗം കണ്ടുപിടിക്കാമോ? വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണല്ലേ ഇത്? ഓക്കെ, അപ്പം ഹാൻഡ്, എൽബോ ആയിട്ടാണ്, അതായത് കൈ. ഹാൻഡ് എന്ന് പറഞ്ഞാൽ കൈ, എൽബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈമുട്ട് അല്ലേ? അപ്പം കൈമുട്ടുമാണ് ആയിട്ടാണ് റിലേറ്റ് ചെയ്തെങ്കിൽ കാൽ ഏതുമായിട്ടാണ് സ്വാഭാവികമായിട്ടും റിലേറ്റ് ചെയ്യുക? കാൽമുട്ട്, ഇല്ലെങ്കിൽ എന്താ, നീ അല്ലേ? കാൽമുട്ടുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. വെരി ഗുഡ്. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമല്ലായിരുന്നു? ഇത് വളരെ ഈസി അല്ലേ ഈ ചോദ്യങ്ങൾ? ഇങ്ങനത്തെ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അല്ലേ? പിന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ എന്താ? യെസ്, ഇത് നമ്മൾ നന്നായിട്ട് നോക്കണം കേട്ടോ. ഇങ്ങനത്തെ, അതായത് പല റിലേഷൻ ഇവർ ഇടുണ്ടാവും, അതായത് 2 കോമ്പിനേഷൻ അല്ലേ? അപ്പോൾ ഇത് ജാനുവരി, ഇവിടെ ഏപ്രിലും തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ്? ജാനുവരി കഴിഞ്ഞിട്ട് എന്തൊക്കെയുണ്ട്? ജാനുവരി, ഫെബ്രുവരി, മാർച്ച് ഉണ്ട് അല്ലേ? മാർച്ച് കഴിഞ്ഞിട്ടാണ് ഏപ്രിൽ വരുന്നത്. ജാനുവരി കഴിഞ്ഞിട്ട് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ വരുന്നു. അപ്പോൾ സൺഡേ കഴിഞ്ഞിട്ട് ഏതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും വരിക? ഇവിടെ 2 എണ്ണം കഴിഞ്ഞിട്ടുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്ന റിലേഷൻ. അപ്പോൾ സൺഡേ കഴിഞ്ഞിട്ട് സ്വാഭാവികമായിട്ട് എന്ത് വരണം? 2 ദിവസങ്ങൾ കഴിയണം അല്ലേ? സൺഡേ കഴിഞ്ഞാൽ മൺഡേ, ട്യൂസ്ഡേ, ദെൻ എന്തായിരിക്കും ആൻസർ? എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ? ഇല്ലേ? മനസ്സിലായോ? ഇതിൻ്റെ റിലേഷൻ നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ജാനുവരി കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 മാസം കഴിഞ്ഞിട്ടാണ്. ജാനുവരി കഴിഞ്ഞാൽ പിന്നെ ഫെബ്രുവരി, മാർച്ച്, ചിലപ്പോൾ എക്സാമിന് വേറെ മാസങ്ങൾ വെച്ചിട്ട് തരും കേട്ടോ. ഫെബ്രുവരി, മാർച്ച്, ദെൻ ഏപ്രിൽ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? സൺഡേ കഴിഞ്ഞ് കഴിഞ്ഞാൽ മൺഡേ, ദെൻ എന്തായിരിക്കും? ട്യൂസ്ഡേ, ദെൻ
വെനസ്ഡേ അല്ലേ? അപ്പോൾ ഏതായിരിക്കും ആൻസർ? ഓപ്ഷനിൽ എന്തുണ്ടോയെന്ന് നോക്കണം. വെനസ്ഡേ ഉണ്ടോയെന്ന് നോക്കണം. കാരണം ഫെബ്രുവരി, മാർച്ച്, ഏപ്രിലായി. ദെൻ സൺഡേ, മൺഡേ, ട്യൂസ്ഡേ കഴിഞ്ഞ് കഴിഞ്ഞാൽ വെനസ്ഡേ ഉണ്ടോയെന്ന് നോക്കാം. ക്ലിയർ ആവുന്നുണ്ടോ നിങ്ങൾക്ക്? ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? ആ ഒരു റിലേഷൻ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസറിൽ പിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ക്ലിയർ ആയോ? ഓക്കെ, ഇനി അടുത്തയിലേക്ക് പോവാമോ? ഓക്കെ, യെസ്. ഇനി അടുത്തത് എന്താ? ട്രെയിൻ പ്ലാറ്റ്ഫോം തന്നിട്ടുണ്ട്. ഇത് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഷിപ്പ് എന്താണെന്നുള്ളത്. ആദ്യം ട്രെയിനിൽ എങ്ങനെയാണ് പ്ലാറ്റ്ഫോം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എങ്ങനെയാണ് ട്രെയിനിൽ പ്ലാറ്റ്ഫോം? അതായത് ട്രെയിൻ ഓടാത്ത സമയങ്ങളിലോ അല്ലെങ്കിൽ അത് വന്ന് നിർത്തുന്ന സ്ഥലമാണ് അല്ലേ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അപ്പം അതുപോലെ ഷിപ്പ് എവിടെയായിരിക്കും നിർത്തുക എന്നുള്ള ടേം നമുക്ക് അറിഞ്ഞിരിക്കണം. ട്രെയിൻ നമുക്ക് നല്ല പരിചയമാണ്. അപ്പോൾ ട്രെയിനിൽ നിർത്തുന്ന അല്ലെങ്കിൽ നമ്മൾ ഓടാത്ത സമയങ്ങളിലോ അല്ലെങ്കിൽ ഇതുള്ളതോ സ്റ്റോപ്പ് ഉള്ളതായ സ്ഥലമാണ് ഇതെന്ന് പറയുന്നത് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് അല്ലേ? ട്രെയിൻ നിർത്തിയിടുന്ന സ്ഥലം. അതേപോലെ ഷിപ്പ് നിർത്തിയിടുന്ന സ്ഥലം ഏതാണ്? ആങ്കർ ആയിരിക്കോ? ഓഷൻ ആയിരിക്കോ? ഹാർബർ ആയിരിക്കോ? ഐലൻഡ് ആയിരിക്കോ? നിങ്ങൾക്കറിയാമോ ഇതിൻ്റെ ആൻസർ? കേട്ടിട്ടുണ്ടോ നിങ്ങൾ? എവിടെയാണ് ഷിപ്പ് നിർത്തിയിടുന്നതെന്നുള്ളത് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? നമുക്ക് നോക്കാം എങ്ങനെയാണ്. ആങ്കർ, അത് നങ്കൂരാണ് അല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആങ്കർ എന്ന് പറയുന്ന ഇത്. അവിടെയല്ല. അപ്പോൾ ട്രെയിൻ അല്ല, സോറി, ഷിപ്പ് എവിടെയല്ല? ആങ്കറിലല്ല. അതെന്താ? നങ്കൂരം. നങ്കൂരം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പം അതല്ല ആൻസർ. ഓപ്ഷൻ സി ആണോ? ഓഷനിലാണോ? അല്ല. അതിനൊരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ അതിനൊരു സ്ഥലം ഉണ്ടാവില്ലേ ഈ ഷിപ്പ് നിർത്തിയിടുന്നതിന്? അപ്പോൾ ഓഷൻ അല്ല. അപ്പോൾ എന്താ? ഐലൻഡ് ആണോ? ഐലൻഡ് എന്താണെങ്കിലും അല്ല. പിന്നെ ഏതാണ്? ഷിപ്പ് നിർത്തിയിടുന്ന സ്ഥലമാണ് ഇത് ഹാർബർ എന്ന് പറയുന്നത്. മറക്കരുത് കേട്ടോ. ഹാർബർ എന്ന് പറയുന്നത് ഷിപ്പ് നിർത്തിയിടുന്ന സ്ഥലമാണ്. ക്ലിയർ ആവുന്നുണ്ടോ? നിങ്ങൾക്ക് എത്ര പേർക്ക് ആൻസർ കിട്ടി? ഇതിൻ്റെ ആൻസർ കിട്ടി? ആൻസർ കിട്ടിയവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാമോ? അല്ലെങ്കിൽ വേണ്ട, നിങ്ങളൊരു തംസപ്പ് ഇട്ടാലും മതി. നിങ്ങൾക്ക് എത്ര പേർക്ക് ആൻസർ കിട്ടി എന്നുള്ളതൊന്ന് തംസപ്പ് ഇടണം കേട്ടോ. എനിക്ക് തോന്നുന്നു നിങ്ങൾക്കിത് ക്ലിയർ ആയിന്ന്. ഈ ക്വസ്റ്റ്യൻ്റെ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ക്ലിയർ ആയിന്ന് എനിക്ക് തോന്നുന്നു. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ പതുക്കെ? ക്ലിയർ ആയല്ലോ അല്ലേ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഏതാ? 9ാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ്? ലയൺ, ഡെൻ, ഹോഴ്സ്. അതായത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി ലയൺ എവിടെയാണ് താമസിക്കണത്? ഡെന്നിൽ അല്ലേ? അല്ലെങ്കിൽ ഒരു ഗുഹയിലാണ് അല്ലേ സിംഹമൊക്കെ താമസിക്കണത്. അപ്പോൾ കുതിര എവിടെയായിരിക്കും താമസിക്കുന്നത് എന്നുള്ളതാണ് നമ്മളോടുള്ള ചോദ്യം അല്ലേ? ലയൺ ഗുഹയിലാണ് താമസിക്കുന്നതെങ്കിൽ ഹോഴ്സ് എവിടെയായിരിക്കും താമസിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. എവിടെയായിരിക്കും താമസിക്കുന്നുണ്ടാവുക? സ്റ്റേബിളാണോ? ടോങ്ക. എന്താ ടോങ്ക എന്ന് പറഞ്ഞാൽ? കുതിരവണ്ടി അല്ലേ? ചാരിയറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? രഥം അല്ലേ? ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, രഥവും ഇതൊക്കെ. സ്റ്റേക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്തയം, ഈ കുതിര പന്തയം എന്ന് പറയുന്ന ഒരു സംഭവമില്ലേ, അതാണിത്. അപ്പം എന്താണ്? സ്റ്റേബിളാണോ? ഏതായിരിക്കും? ടോങ്ക. അത് കുതിര വണ്ടിയാണ്. കുതിര വണ്ടിയിലല്ലല്ലോ കുതിര താമസിക്കുക. അപ്പോൾ അതല്ല ഓപ്ഷൻ. സ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു പന്തയം, ഈ കുതിരയുമായിട്ട് റിലേറ്റ് ചെയ്ത പന്തയത്തിനെയാണ് അത് ഈ വേർഡ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം ഇതുമല്ല ആൻസർ. ദെൻ ചാരിയറ്റാണോ? ദെൻ അതല്ല അല്ലേ? അതല്ല ആൻസർ. അപ്പോൾ ഹോഴ്സ് ഏതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? ഹോഴ്സിന് എവിടെയാണ് താമസിക്കുന്നത്? സ്റ്റേബിളാണ് അല്ലേ ആൻസർ? ക്ലിയർ ആവുന്നുണ്ടോ? ഏതാണ്? സ്റ്റേബിളാണ്. ഓക്കെ, കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വെരി ഗുഡ്. ഓക്കെ, പിന്നെ അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് കണ്ടോ, PYQ 2019 നിങ്ങളുടെ NMMS എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഈ ക്വസ്റ്റ്യൻസ്. ക്ലിയർ ആവുന്നുണ്ടോ? 2015 മുതൽ
2024 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഇന്നും നാളെയൊക്കെ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. കേൾക്കുന്നുണ്ടോ? അപ്പം എല്ലാവരും ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാം, നന്നായിട്ട് പഠിക്കാം. എങ്കിൽ മാത്രമാണ് നമുക്ക് NMS സ്കോർ ചെയ്യാനും ആ സ്കോളർഷിപ്പ് നേടിയെടുക്കാനും പറ്റുള്ളൂ. ഓക്കെ, അപ്പം ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 2019 ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഏത് ഇയറിലാണ് എന്നുള്ളത്. അപ്പം ന്യൂസ് പേപ്പർ എഡിറ്ററുമായിട്ടാണ് റിലേറ്റ് ചെയ്തതെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ക്വസ്റ്റ്യനിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? ന്യൂസ് പേപ്പർ എഡിറ്ററുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഫിലിം എന്തുമായിട്ടാണ് റിലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ചോദ്യം. ന്യൂസ് പേപ്പർ എഡിറ്ററുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഫിലിം എന്തുമായിട്ടാണ് റിലേറ്റ് ചെയ്യുക? എന്തുമായിട്ടായിരിക്കും റിലേറ്റ് ചെയ്യുക? ആക്ടറുമായിട്ടാണോ? അല്ല. അതെന്തുകൊണ്ടാണ്? ന്യൂസ് പേപ്പറും എഡിറ്ററും തമ്മിലുള്ള റിലേഷൻ എന്താ, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള എന്താണ് അവരെ ബന്ധിപ്പിച്ചത്? ന്യൂസ് പേപ്പറിലെ എല്ലാ കാര്യങ്ങളിലെയും ഓൾ ഇൻ ഓൾ എന്ന് പറയുന്ന ആരാണ്? എഡിറ്ററാണ്. അതുകൊണ്ട് ന്യൂസ് പേപ്പറും എഡിറ്ററും തമ്മിൽ ഇവരെ ബന്ധിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫിലിമിലെ ഓൾ ഇൻ ഓൾ അല്ലെങ്കിൽ എല്ലാം, അതിനകത്തെ എല്ലാം ഓൾ ഇൻ ഓൾ എന്ന് പറയുന്നത് ആരാ? അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആയോ? ആരായിരിക്കും? ന്യൂസ് പേപ്പറിലെ എഡിറ്റർ ആക്ടറാണോ? അതിൻ്റെ ഓൾ ഇൻ ഓൾ ഈ ഒരു ഫിലിം മേക്ക് ചെയ്യുമ്പോൾ, ഇതൊരു ന്യൂസ് പേപ്പർ ഉണ്ടാക്കുമ്പോൾ എഡിറ്ററാണ് അതിൻ്റെ പ്രധാന പങ്ക് വഹിക്കുന്നതെന്നുള്ളതാണ് ഇതിനകത്ത് അർത്ഥം. അപ്പം ഒരു ഫിലിം ഉണ്ടാക്കുമ്പം ആക്ടറാണോ അതിൻ്റെ പ്രധാന പങ്ക് വഹിക്കുന്നത്? പ്രധാന പങ്ക് വഹിക്കുന്നത് എന്ന് പറയാൻ പറ്റുമോ? അതിൻ്റെ ഓൾ ഇൻ ഓൾ എല്ലാ കാര്യങ്ങളും എല്ലാം കൈകടത്തലുള്ള ആളാണോ ഒരു ആക്ടർ എന്ന് പറയുന്നത്? അല്ല. ന്യൂസ് പേപ്പറിൻ്റെ എഡിറ്റർ എന്ന് പറയുന്ന ആളെന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും ഇൻവോൾവ് ചെയ്യുന്ന ആളാണ്. ഓക്കെ, അപ്പം പിന്നെ ആരായിരിക്കും? ഡയറക്ടറാണോ? പ്രൊഡ്യൂസറാണോ? ഓഡിയൻസ് ആണോ? ആരായിരിക്കും? ഈ ഡയറക്ടർ ആയിരിക്കുമോ? അല്ല. ഡയറക്ടർ ജസ്റ്റ് ഇതാക്കുക അല്ലേ? അപ്പം ആരായിരിക്കും ഇതിൻ്റെ ഇതെന്ന് പറയണത്? ഓഡിയൻസ് ആയിരിക്കുമോ? പ്രൊഡ്യൂസർ ആയിരിക്കുമോ? ഏതായിരിക്കും? ഓഡിയൻസ് അല്ല. കാരണം ഓഡിയൻസ് സിനിമ കാണാൻ വേണ്ടി മാത്രം വന്നിരിക്കാം. പിന്നെ ഡയറക്ടർ ആൻഡ് പ്രൊഡ്യൂസർ. ആരാ ഇതിന് കാശ് മുടക്കുന്നത്? പ്രൊഡ്യൂസറാണ് അല്ലേ ഇതിൻ്റെ കാശും ഓൾ ഇൻ ഓൾ എല്ലാ കാര്യങ്ങളിലും ഇതിൻ്റെ നടത്തിപ്പ് ആരാണ്? പ്രൊഡ്യൂസറാണ്. ഡയറക്ടറാണോ? ഡയറക്ടർ എന്ന് പറഞ്ഞാൽ അത്രയില്ല അല്ലേ? അപ്പോൾ നമ്മളുടെ ആൻസർ എന്താ? പ്രൊഡ്യൂസർ. നിങ്ങൾക്ക് ക്ലിയർ ആയോ ഇതിൻ്റെ ആൻസർ? ക്ലിയർ ആയോ? ക്ലിയർ ആവാത്തവരുണ്ടോ? ക്ലിയർ ആവാത്ത ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? റെഡിയാണോ? നിങ്ങളെല്ലാവരും ആൻസർ പറയാൻ റെഡിയാണോ? ഓക്കെ, അടുത്ത 2019 തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ അത്. ഫുഡ് ഹംഗ്രി ദെൻ വാട്ടർ എന്തുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുക എന്നുള്ളത്. അപ്പം ഫുഡ് വിശക്കുമ്പോൾ അല്ലെങ്കിൽ ഫുഡ് ഹംഗ്രി ആയിട്ടാണെങ്കിൽ വാട്ടർ അല്ലേ? നമുക്ക് വിശക്കുമ്പോൾ എന്ത് വേണം? ഫുഡ് വേണം. അപ്പം നമുക്ക് എന്ത് ചെയ്യുമ്പോഴാണ് വാട്ടർ വേണ്ടത് എന്നുള്ളതാണ് ഇവിടെ ചോദ്യം അല്ലേ? നമുക്ക് വിശക്കുമ്പോൾ എന്താണെങ്കിലും ഫുഡ് നിർബന്ധം. അപ്പം ദാഹിക്കുമ്പോൾ അല്ലേ, അല്ലെങ്കിൽ എന്താ പറയുക, വാട്ടർ എപ്പോഴാണ് വേണ്ടത് എന്നുള്ളതാണ് അല്ലേ? ഫ്ലഡാണോ, വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്താണോ നമുക്ക് വെള്ളം വേണ്ടത്? അല്ല. വാഷ് ചെയ്യാൻ വെള്ളം വേണമെന്ന് ചോദിച്ചാൽ വെള്ളം വേണം, പക്ഷെ ഇവിടുത്തെ റിലേഷൻ ആയിട്ട് മാച്ച് ആവണ്ടേ? അതായത് വാട്ടർ വാഷ് ചെയ്യാനൊക്കെ നമുക്ക് വേണം, പക്ഷേ ഇവിടുത്തെ റിലേഷൻ എന്താ? ഫുഡ് എപ്പോഴാണ് നമ്മൾ വിശക്കുമ്പോൾ, അപ്പോൾ വാട്ടറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് ഏതാണെന്നുള്ളതാണ് നമ്മളുടെ ചോദ്യം. അപ്പം ഇവിടുത്തെ ആൻസറിൽ വാഷ് വരില്ല, ബാത്തും എന്ത് വരില്ല. ഇത് എന്തായിരിക്കും ആൻസർ വരിക? തേഴ്സ്റ്റി അല്ലെങ്കിൽ ദാഹം അല്ലേ? നമ്മൾ ദാഹിക്കുമ്പോഴല്ലേ വെള്ളം കുടിക്കാം അല്ലേ? അപ്പം ഇവിടെ മലയാളത്തിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇംഗ്ലീഷ് മനസ്സിലാവാത്തവർക്ക് ഇവിടെ മലയാളത്തിലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും കേട്ടോ. നിങ്ങൾ മലയാളം മീഡിയത്തിലാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ മലയാളത്തിലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇത് പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഇത്രയും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ? ഓക്കെ, എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ആൻസർ കിട്ടിയെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് മൂവ് ചെയ്താലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്താലോ? ഓക്കെ, ഇനി ഫുൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണല്ലോ. 2024 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും. ഇന്ന് തീർന്നിട്ടില്ലെങ്കിൽ നമ്മൾ നാളെ ചെയ്യും. ഓക്കെ, ദെൻ ടീച്ചർ ഏതുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? സ്കൂളുമായിട്ട് അല്ലേ? ദെൻ സെയിലർ അല്ലെങ്കിൽ എന്താണ്? നാവികൻ അല്ലേ? നാവികൻ ആരുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് നമ്മളോടുള്ള ചോദ്യം. അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും?
ടീച്ചർ. അപ്പോൾ ഒരു സ്കൂളിലെ ഇതായിട്ടുള്ള ഘടകമാണ് അല്ലേ, അല്ലെങ്കിൽ സ്കൂൾ എന്ന് പറയുമ്പോൾ ടീച്ചറാണ് അല്ലേ. അപ്പം നാവികൻ എവിടെയായിരിക്കും എപ്പോഴും ഉണ്ടാവുക? അതായത് ഒരു സ്കൂളിൽ എപ്പോഴും ഒരു ടീച്ചർ അല്ലെങ്കിൽ സ്കൂളിൽ ടീച്ചേഴ്സ് ഉണ്ടാവും. അതുപോലെ ഒരു നാവികൻ അല്ലെങ്കിൽ സെയിലർ എവിടെയായിരിക്കും എപ്പോഴും ഉണ്ടാവുക, അല്ലെങ്കിൽ എവിടെയായിരിക്കും അവർ വർക്ക് ചെയ്യുക? സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ആളുടെ പേരാണ് ടീച്ചർ. പിന്നെ എവിടെ വർക്ക് ചെയ്യുന്ന ആളായിരിക്കും നാവികൻ അല്ലെങ്കിൽ സെയിലർ എന്ന് പറയണത്? എവിടെയായിരിക്കും? നിങ്ങൾക്ക് ഊഹിക്കാമോ? ഊഹിക്കാൻ പറ്റുന്നുണ്ടോ? ആൻസർ കിട്ടി തുടങ്ങിയോ? ഓക്കെ, നമുക്ക് നോക്കാം. ഓപ്ഷൻ വൈസ് നമുക്ക് നോക്കാം. ഷിപ്പിലായിരിക്കുമോ? സെയിലർ എന്ന് പറഞ്ഞാൽ നാവികൻ അല്ലേ. എവിടുത്തെ ആളായിരിക്കും ഈ നാവികൻ? ഓക്കെ, ബാറ്റിൽ ഫീൽഡ് ആയിരിക്കോ? യുദ്ധഭൂമിയിലെ ആളായിരിക്കോ? അല്ല, യുദ്ധഭൂമിയിലല്ലല്ലോ സെയിലേഴ്സ് ഉണ്ടാവുക അല്ലേ. ഇതിന് എവിടെയായിരിക്കും? കോടതിയിലാണോ? ഇല്ല, കോടതിയിൽ ആരാ ഉണ്ടാവുക? ജഡ്ജാണ് ഉണ്ടാവുക. ഗ്യാരേജിലായിരിക്കോ? അല്ല. അപ്പോൾ എവിടെ ഉണ്ടാവുക സെയിലർ? ഷിപ്പിലാണ് ഉണ്ടാവുക. ക്ലിയർ ആവുന്നുണ്ടോ? ഷിപ്പാണ് സെയിലർ ഉണ്ടാവുന്ന സ്ഥലം അല്ലേ, അല്ലെങ്കിൽ സെയിലറിൻ്റെ പ്ലേസ് എന്ന് പറയുന്നത് ഏതാണ്? ഷിപ്പാണ്. ഇതിനകത്ത് ആ ഒരു റിലേഷൻ നോക്കിയാണ് നമ്മളത് ആൻസർ ചെയ്തത് ഇല്ലേ? വെരി ഗുഡ്, കമൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ചിലരൊക്കെ. വെരി ഗുഡ്. ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, യെസ്, ഇതും 2019 ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. ദെൻ വാരിയർ, സ്വാഡ്, ദെൻ ബട്ട്ലർ. അപ്പം വാരിയർ ഏതുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? സ്വാഡുമായിട്ടും അല്ലേ, അതായത് യോദ്ധാവ് വാളുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. യോദ്ധാവിൻ്റെ കയ്യിൽ എപ്പോഴും എന്തുണ്ടാവും? വാളുണ്ടാവും. അപ്പോൾ ബട്ട്ലർ അല്ലെങ്കിൽ പാചകക്കാരൻ എന്തുമായിട്ടായിരിക്കും? ഒരു പാചകക്കാരൻ്റെ കയ്യിൽ എന്തായിരിക്കും അത്യാവശ്യമായിട്ട് വേണ്ടത്? കോടാലിയാണോ, അല്ലെങ്കിൽ ആക്സ്, ചീസൽ ആണോ, ഹാമർ ആണോ, നൈഫാണോ? എന്താണ് ഒരു പാചകക്കാരന് അത്യാവശ്യമായിട്ട് വേണ്ട സാധനം? ഓക്കെ, ഇത് നമുക്ക് നോക്കാം. അപ്പം വാരിയർ സ്വാഡാണ്, അതായത് ഒരു യോദ്ധാവിൻ്റെ കയ്യിൽ വോളാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പാചകക്കാരൻ്റെ കയ്യിൽ തീർച്ചയായിട്ടും എന്താണ്? നമുക്കറിയാം, ചുറ്റികയല്ല, ഹാമറല്ല, ദെൻ ആക്സ് അല്ല, ചീസലല്ല അല്ലേ. അപ്പോൾ എന്തായിരിക്കും വേണ്ടത്? നൈഫ്, പിച്ചാത്തി അല്ലെങ്കിൽ കത്തി അല്ലേ, അതാണ് വേണ്ടത്. അപ്പം നമുക്ക് അതിൻ്റെ ആൻസർ വളരെ ഈസി ആയിട്ട് കിട്ടി. പക്ഷേ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ഇത്രയും സിമ്പിൾ അല്ല, അതുകൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം കേട്ടോ. ക്ലിയർ ആവുന്നുണ്ടോ? ഇതിന് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പം വെൽ, ഡെപ്ത്, ദെൻ വേർഡ് ഏതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കും എന്നാണ് നമ്മളുടെ ചോദ്യം. ഇത് 2015 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്താണ് കേട്ടോ. 2015 NMMSന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്ത പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 2019 അത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നുള്ളൂ. ഇത് 2015 ക്വസ്റ്റ്യൻ. വെൽ, ഡെപ്തുമായിട്ട് അല്ലേ, ദെൻ വേർഡ് ഏതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കും എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ എന്താണ് വെല്ലും ഡെപ്തും തമ്മിലുള്ള ഒരു റിലേഷൻ എന്താണെന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. എന്താണ് വെല്ലും ഡെപ്തും തമ്മിൽ? ഒരു കിണറില്ലേ, ആ കിണറിൻ്റെ ആഴമാണ് ഇവർ സൂചിപ്പിച്ചിരിക്കുന്നത്. ഒരു കിണറുണ്ട്, ദെൻ അതിൻ്റെ ആഴം, അത് ആഴമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു വെല്ലിന് എത്രത്തോളം ആഴമുണ്ട്. അപ്പോൾ ഒരു വേർഡിന് എന്തായിരിക്കും ഈ ഒരു ഓപ്ഷനിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത്? ഒരു വേർഡിന് എത്ര ലെറ്റർ ഉണ്ടാവുന്നതാണോ? അല്ല, ഒരു വേർഡിന് എത്ര ലെറ്റർ ഉണ്ടാവും എന്നുള്ളത് ഈ വെല്ലിൻ്റെ ഡെപ്തിനോട് റിലേറ്റ് ചെയ്തിട്ടല്ല അല്ലേ. ഒരു വെല്ലിന് എത്രത്തോളം ആഴമുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ ഒരു വേർഡിന് എത്രത്തോളം ലെറ്റർ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അത് തെറ്റാണ്. ഒരു വേർഡിന് എത്രത്തോളം സെൻറ്റൻസ് അതെന്താണെങ്കിലും നമുക്ക് പറയാൻ പറ്റില്ല. ദെൻ ഒരു വേർഡിൻ്റെ ഹൈറ്റ് ഇല്ല. ഒരു വേർഡ് എത്രത്തോളം മീനിങ് ഫുള്ളാണ് നമുക്ക് പറയാം അല്ലേ, അർത്ഥവത്താണ് എന്നൊക്കെ നമുക്ക് പറയാം അല്ലേ. അതുപോലെ തന്നെയല്ലേ വെല്ലിന് എത്രത്തോളം ആഴമുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഒരു വേർഡ് എത്രത്തോളം മീനിങ് ഫുള്ളാണ് അല്ലെങ്കിൽ അർത്ഥവത്താണ് എന്ന് പറയുന്നത്. അപ്പം ഏതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ? മീനിങ്. ക്ലിയർ ആയോ? ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ. ദെൻ അടുത്തത്, ഈ ക്വസ്റ്റ്യൻ എവിടെ തീർന്നു? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. യെസ്, ഇതും 2015 PYQ ആണ്. ഓക്കെ. ദെൻ ഇതിനകത്ത് എന്താ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്? പെറ്റൽ ഫ്ലവറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ചാപ്റ്റർ എന്തുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് നമ്മുടെ ചോദ്യം. പെറ്റൽ എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്? ഫ്ലവർ. എന്താണ് പെറ്റൽ എന്ന് പറഞ്ഞാൽ? ഒരു പൂവിൻ്റെ ഇതല്ലേ, അല്ലെങ്കിൽ ഒരു പൂവ് എന്ന് പറയുന്നത്
കുറേ പെറ്റൽസ് ചേർന്നിട്ടാണ് ഒരു പൂവുള്ളത്. അപ്പോൾ കുറേ ചാപ്റ്റർ ചേർന്നിട്ട് എന്തായിരിക്കും ഉണ്ടാവുക? കുറേ ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ കുറേ അധ്യായങ്ങൾ ചേർന്നിട്ട് എന്തായിരിക്കും ഉണ്ടാവുക? ഒരു പാരഗ്രാഫ് അല്ലല്ലോ ഉണ്ടാവുക. ടൈറ്റിൽ എന്താണെങ്കിലും ആവില്ല, അതൊരു ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ഹെഡിങ് അല്ലേ. അപ്പോൾ പെറ്റൽ ചേർന്നിട്ടാണ് ഫ്ലവർ ഉണ്ടാവുന്നത്. ഒരു ചാപ്റ്റർ ചേർന്നിട്ട് എന്താ ഉണ്ടാവാൻ പറ്റുക എവിടെ ഈ ഓപ്ഷനിൽ? പാരഗ്രാഫ് അല്ല, ടൈറ്റിലല്ല, ദെൻ എന്തായിരിക്കും? ബുക്കാണ് അല്ലേ. കുറേ ചാപ്റ്റേഴ്സ് കൂടുമ്പോഴല്ലേ നിങ്ങളുടെ ഒരു ബുക്ക് ഉണ്ടാവുക അല്ലേ. കുറേ ചാപ്റ്ററുകൾ, ഇപ്പോൾ 14 ചാപ്റ്റർ ചേർന്നിട്ടായിരിക്കും ഒരു ബുക്ക് ഉണ്ടാവുക. അപ്പം എന്താണ്? ചാപ്റ്റർ റിലേറ്റഡ് ടു ബുക്ക്. ക്ലിയർ ആയോ? ഇത് 2015 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ദെൻ 2016 ക്വസ്റ്റ്യൻ ആണിത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ 2016 നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോണത്. ടീച്ചർ സ്റ്റുഡൻറ്റുമായിട്ടുള്ള റിലേഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അല്ലേ. ടീച്ചർ സ്റ്റുഡൻറ്റ്, ഈ റിലേഷനിൽ ആപ്റ്റ് ആയിട്ടുള്ള മാസ്റ്റർ പിന്നെ ആരായിരിക്കും ഇവിടെ ഉണ്ടാവുക? വർക്കാണോ? മാസ്റ്ററിൻ്റെ വർക്കുമാണോ? വർക്കല്ല അല്ലേ, കാരണം ടീച്ചറും സ്റ്റുഡൻറ്റും. അപ്പം മാസ്റ്ററും പിന്നെ ആരായിരിക്കും? മാസ്റ്റർ എന്ന് പറഞ്ഞാൽ യജമാനൻ അല്ലേ. അപ്പം വർക്കല്ല. പിന്നെ എന്താ ഉണ്ടാവുക? ഹൗസ് വൈഫാണോ? ഗൃഹനാഥ അല്ല, ഇതല്ല ഓപ്ഷൻ. പിന്നെ എന്തായിരിക്കും ഓപ്ഷൻ വരിക? ഓർഡർ ആണോ? ഇല്ല, മാസ്റ്റർ ഓർഡർ ചെയ്യുക അതല്ല, കാരണം ഇവിടെ ടീച്ചർ സ്റ്റുഡൻ്റ് എന്നുള്ള റിലേഷൻ ആണല്ലോ. അപ്പം ഏതായിരിക്കും ആൻസർ? മാസ്റ്റർ സെർവൻ്റ് ആയിട്ടായിരിക്കും, കാരണം മാസ്റ്റർ അതായത് യജമാനൻ വൃത്തിനുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതും വളരെ ഈസി ആയിട്ടുള്ളൊരു ചോദ്യമാണ് അല്ലേ. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ. അടുത്തത് ദെൻ 17ാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. ദെൻ ടേബിൾ വുഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ക്ലോത്ത് എന്തുമായിട്ടാണ് റിലേറ്റ് ചെയ്യുക? ടേബിൾ വുഡ്. ദെൻ അതായത് ഇതിൻ്റെ റിലേഷനിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ടേബിൾ വുഡ്, അതായത് ടേബിള് നിർമ്മിച്ചിരിക്കുന്നത് വുഡ് കൊണ്ടാണ് നമുക്ക് പറയാമല്ലോ. ഇതിൽ നിന്ന് നമുക്ക് അങ്ങനെ മനസ്സിലാക്കിക്കൂടെ? ടേബിള് നിർമ്മിച്ചിരിക്കുന്നത് വുഡ് കൊണ്ടാണ്. ദെൻ ക്ലോത്ത് എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതായിരിക്കില്ലേ. നമുക്ക് ഓപ്ഷനിൽ കൂടെ ഒന്ന് പോവാം. എന്തായിരിക്കും ഇവർ ഉദ്ദേശിച്ചത്? ടേബിള് വുഡ് കൊണ്ടാണ് നിർമ്മിച്ചത്. ദെൻ ക്ലോത്ത് എന്തുകൊണ്ടായിരിക്കും നിർമ്മിച്ചതെന്നുള്ളതായിരിക്കണം. നമുക്ക് നോക്കാം. സ്വിങ് അതാണോ? അതായത് തുന്നുക എന്നുള്ള അർത്ഥത്തിൽ. അതൊരു പ്രോസസ്സാണ് അല്ലേ, അതൊരു ഇതല്ലല്ലോ, അതൊരു വസ്തുവല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? ഇതാണെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഡ്രസ്സ്, ക്ലോത്ത് ഡ്രസ്സ് കൊണ്ടല്ലല്ലോ. ഇവിടെ ടേബിള് വുഡ് കൊണ്ടാണ് നിർമ്മിച്ചതെന്ന് പറഞ്ഞു. അതായത് ഫസ്റ്റ് വൺ നിർമ്മിച്ചിരിക്കുന്നത് രണ്ടാമത്തെ വുഡ് കൊണ്ടാണ്. അപ്പോൾ ക്ലോത്ത് ഡ്രസ്സ് കൊണ്ടല്ലല്ലോ. ഡ്രസ്സ് ക്ലോത്ത് കൊണ്ടായിരിക്കും. പക്ഷെ അങ്ങനെയല്ല റിലേഷൻ ചോദിച്ചിരിക്കുന്നത്, തിരിഞ്ഞു പോകരുത്. ടേബിള് വുഡ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്, ക്ലോത്ത് എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ എന്താണെങ്കിലും ഡ്രസ്സ് വരില്ല. വിവിങ് എന്ന് പറയുന്നതും നെയ്ത്താണ് അല്ലേ, അതൊരു പ്രോസസ്സാണ്, അതൊരു പ്രക്രിയയാണ് അല്ലേ, അതല്ലാണ്ട് ഒരു ഇതല്ല, വസ്തുവല്ല. അതുകൊണ്ട് നമുക്ക് ഇതും എടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്താ? ക്ലോത്ത് നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കോട്ടൺ കൊണ്ടാണെന്ന് പറയാൻ പറ്റും. ഇവിടെ നമുക്ക് എന്ത് പറയാം? കോട്ടൺ കൊണ്ടാണ് ക്ലോത്ത് നിർമ്മിച്ചിരിക്കണമെന്ന് പറയാം. ഓക്കെ, ആൻസർ ആരും തെറ്റിക്കരുത്. വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാവുന്ന ഒരു ആൻസറാണ് കേട്ടോ. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, ദെൻ അടുത്തതിലോട്ട് നമ്മൾ വരുമ്പോൾ അടുത്തതിലോട്ട് ഓക്കെ, ഇതിനടുത്തത് 2016 ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ലൈഫ് ഓട്ടോബയോഗ്രഫി ദെൻ വിറ്റ്നസ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ ചോദ്യം. ലൈഫ് അല്ലേ, ലൈഫ് എന്ന് പറഞ്ഞാൽ ഓട്ടോബയോഗ്രഫി. നമുക്കറിയാം
ജീവിതം അല്ലെങ്കിൽ ലൈഫ് എന്ന് പറഞ്ഞാൽ ജീവിതം, ദെൻ ജീവിതം, ഓട്ടോബയോഗ്രഫി എന്ന് പറഞ്ഞാൽ ആത്മകഥ. ഒരാളുടെ ജീവിതത്തിനെ കുറിച്ച് പറയുന്നതല്ലേ ആത്മകഥ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ആത്മകഥ എന്ന് പറഞ്ഞാൽ അവരുടെ ഫുൾ ലൈഫിനെ കുറിച്ച് എഴുതുന്ന ഒരു ബുക്കാണ് അല്ലേ ആത്മകഥ എന്ന് പറയുന്നത്. അതേപോലെ വിറ്റ്നസിൻ്റെ എന്തായിരിക്കും, വിറ്റ്നസ് എന്തുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ വിറ്റ്നസ് എന്ന് പറയുന്നത് എന്താണ് നമുക്ക് നോക്കാം. എന്തായിരിക്കും, പേപ്പേഴ്സാണോ? അല്ല. വിറ്റ്നസ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കും? പേപ്പേഴ്സ് അല്ല. ദെൻ ഡോക്യുമെൻറ്റും അല്ല അല്ലേ. വിറ്റ്നസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സാക്ഷിയില്ലേ. ദെൻ പിന്നെന്താണ്, അക്സെപ്റ്റൻസ്, സമ്മതമാണോ? സമ്മതം കൊണ്ടാണോ? അല്ല. ലൈഫ് ഓട്ടോബയോഗ്രഫി ആണെങ്കിൽ ഒരാളുടെ ജീവിതം എന്ന് പറയുന്നത് അയാളുടെ ആത്മകഥയാണ്. ഒരാളുടെ ജീവിതം വെച്ചിട്ടാണല്ലോ ആത്മകഥ എഴുതുന്നത്. ദെൻ വിറ്റ്നസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സത്യം കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇതിനകത്തെ ആൻസർ എന്ന് പറയുന്നത് ട്രൂത്ത് അല്ലെങ്കിൽ സത്യമാണ്. ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ. ദെൻ ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇത് 2017 ക്വസ്റ്റ്യൻ ആണ്. 2017 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോണത്. മൂൺ സാറ്റലൈറ്റ് അല്ലേ. അതായത് മൂൺ എന്ന് പറയുന്നത് ഒരു സാറ്റലൈറ്റ് ആണ്. ദെൻ എർത്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും, അതാണ് നമ്മുടെ ചോദ്യം. മൂൺ എന്ന് പറയുന്നത് ഒരു സാറ്റലൈറ്റ് ആണെന്ന് നമുക്കറിയാം, എർത്തിൻ്റെ സാറ്റലൈറ്റ് ആണല്ലേ. അപ്പം എർത്ത് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത്, സണ്ണാണോ? എർത്ത് സണ്ണുമായിട്ടാണോ ഇവിടെ റിലേറ്റ് ചെയ്തിരിക്കുന്നത്? അല്ല. അപ്പം മൂൺ സാറ്റലൈറ്റ് ആണെങ്കിൽ എർത്ത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. സോളാർ സിസ്റ്റം ആണോ? ഇല്ല. എർത്ത് എന്താണ് ശരിക്കും? മൂൺ സാറ്റലൈറ്റ് ആണെങ്കിൽ എർത്ത് എന്താണ്, സ്റ്റാർ ആണോ? അല്ല. ഒരു പ്ലാനറ്റ് ആണല്ലേ, ഒരു ഗ്രഹമല്ലേ. എർത്ത് എന്ന് പറയുന്നത് ഒരു പ്ലാനറ്റ് ആണ്, ഒരു ഗ്രഹമല്ലേ. വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ കിട്ടില്ലേ? നിങ്ങൾക്ക് കിട്ടിയിരുന്നോ ഇതിൻ്റെ ആൻസേഴ്സ്? കിട്ടിയിരുന്നോ? ഓക്കെ. ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ 2017 തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണിത്. ഓക്കെ. ക്ലോക്ക് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? ടൈമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ തെർമോമീറ്റർ എന്തുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് നമ്മളുടെ ഇവിടുത്തെ ചോദ്യം. ക്ലോക്ക് ടൈമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ തെർമോമീറ്റർ എന്തുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? തെർമോമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനാണ് സാധാരണ തെർമോമീറ്റർ, നമ്മൾ ഹോസ്പിറ്റലൊക്കെ പോകുമ്പം തെർമോമീറ്റർ വെച്ച് നോക്കും അല്ലേ. എന്തിനായിരിക്കും തെർമോമീറ്റർ വെച്ച് നോക്കും? എന്തിനായിരിക്കും അല്ലേ? നമ്മളുടെ ചൂട് നോക്കാൻ അല്ലേ, അല്ലെങ്കിൽ നമുക്ക് പനി ഉണ്ടോയെന്നൊക്കെ നോക്കണം എന്ത് വെച്ചിട്ടാണ്? തെർമോമീറ്റർ വെച്ചിട്ടാണ്. അപ്പം ക്ലോക്ക് ടൈമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെർമോമീറ്റർ റെയിനുമായിട്ടല്ല റിലേറ്റ് ചെയ്തിട്ടുള്ളത്, സ്പീഡുമായിട്ടല്ല റിലേറ്റ് ചെയ്തിട്ടുള്ളത്, എനർജി ആയിട്ടാണോ? അല്ല, എനർജി ആയിട്ടും അല്ല റിലേറ്റ് ചെയ്തിട്ടുള്ളത്. അത് ടെമ്പറേച്ചറായിട്ട് അല്ലേ, അല്ലെങ്കിൽ ചൂടുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. താപം എന്ന് പറയില്ലേ, ടെമ്പറേച്ചറുമായിട്ടാണ് തെർമോമീറ്ററിൽ റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതും വളരെ ഈസി ആയിട്ടുള്ളൊരു ചോദ്യമല്ലേ. ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ 2017 തന്നെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണിതും. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യ റുപ്പിയാണ്. ഇന്ത്യ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്, റുപ്പി. നമുക്കറിയാം ഇന്ത്യയുടെ കറൻസി എന്ന് പറയുന്നത് ഏതാ, റുപ്പിയിലാണ് അല്ലേ. അപ്പോൾ ജപ്പാൻ്റെ എല്ലാവർക്കും അറിയണ്ടാവോ ഈ ജപ്പാൻ്റെ കുറച്ച് രാജ്യങ്ങളുടെയെങ്കിലും നമ്മൾ പഠിച്ചിരിക്കണം അത്യാവശ്യം. ഒരുപാട് വലുതൊന്നും വേണ്ട, കുറച്ചെങ്കിലും. അപ്പം ഈ ജപ്പാൻ്റെ കറൻസി എന്താണ് ഇതിനകത്ത് ഈ ഓപ്ഷനിൽ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇന്ത്യയുടെ കറൻസി എന്താണെന്ന് പറഞ്ഞു, റുപ്പിയാണെന്ന് പറഞ്ഞു. ജപ്പാൻ്റെ കറൻസി എന്താണെന്ന് ആർക്കെങ്കിലും കിട്ടിയോ? ജപ്പാൻ്റെ കറൻസി ഏതാണ്? റൂബിളാണോ? ഇല്ല. റൂബിൾ ഏതിൻ്റെയാണ്? റഷ്യയുടെയാണ്. റഷ്യയുടെ കറൻസിയാണ് ഏതെന്ന് പറയുന്നത്, റൂബിൾ. ദെൻ ഡോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? നമുക്കറിയാം ഡോളർ അമേരിക്ക അങ്ങനെയുള്ള രാജ്യങ്ങളുടെയാണ് ഡോളർ എന്ന് പറയുന്നത്. ദെൻ പൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? UK പോലുള്ള രാജ്യങ്ങളുടെയാണ് അല്ലേ. അപ്പം എന്താണ്? ജപ്പാൻ്റെ കറൻസിയാണ് ഏതെന്ന് പറയുന്നത്, എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ജപ്പാൻ്റെ കറൻസിയാണ് എന്ന് പറയുന്നത്. ഇത് ക്ലിയർ ആയോ? ഇത് കുറച്ച് രാജ്യങ്ങളുടെ കറൻസി അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ചോദ്യം ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പം മറക്കരുത്, ജപ്പാൻ്റെ കറൻസി എന്നാണ്, റൂബിളാണ് റഷ്യയുടെ കറൻസി. നമുക്ക് അങ്ങനത്തെ കുറച്ച് കറൻസികൾ നോക്കാം. അപ്പം ഇവിടെ
ഒരു ബോക്സിനകത്ത് കുറച്ച് കറൻസികൾ കൊടുത്തിട്ടുണ്ട്. എന്നിൻ്റെ എൻ ഏത് രാജ്യത്തെ കറൻസിയാണ്? ജപ്പാനിലെ കറൻസിയാണെന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ദെൻ റൂബിൾ എവിടുത്തെ കറൻസിയാണ്? റഷ്യയിലെ കറൻസിയാണ്. അത് ഓൾറെഡി നമ്മളവിടെ ഡിസ്കസ് ചെയ്തു. ഡോളർ, ഇപ്പം ഡോളർ തന്നിട്ട് ചിലപ്പം ഏതെങ്കിലും ഒരു ഓപ്ഷൻ ആയിരിക്കും അവർ തരുന്നുണ്ടാവുള്ളൂ. ഇപ്പം അമേരിക്ക ആയിരിക്കും, കാനഡ ആയിരിക്കും, ഓസ്ട്രേലിയ ആയിരിക്കും, സിംഗപ്പൂർ ആയിരിക്കും. അപ്പം അവിടെയൊക്കെ ഡോളറാണെന്ന് നമുക്ക് അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ഓപ്ഷൻ ബബിൾ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ പോണ്ട് എവിടുത്തെയാണ്? യു കെയിലെയും ഈജിപ്തിലെയും ഒക്കെ കറൻസി ഏതാണ്? പൗണ്ടാണ്. അപ്പം അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ കോളം, അറ്റ്ലീസ്റ്റ് ഈ കോളം നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെയും വേറെ രാജ്യങ്ങളുടെ അറിയുമെങ്കിൽ അതും കൂടി നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യണം. പിന്നെ റുപ്പി ഏതൊക്കെ രാജ്യങ്ങളിലുണ്ട് എന്ന് നിങ്ങൾ അറിയണം. അപ്പോൾ ഏതൊക്കെയാണ്? ഇന്ത്യയിലുണ്ട്, നേപ്പാളിലുണ്ട്, ശ്രീലങ്കയിലുണ്ട്, പാകിസ്ഥാനിലുണ്ട്. അപ്പം ഇവിടെയൊക്കെ എന്താണ്? കറൻസിയാണ്. ഇന്ത്യയിൽ ഇന്ത്യൻ കറൻസി, നേപ്പാളിൽ നേപ്പാളിൻ കറൻസി, ദെൻ ശ്രീലങ്കയിൽ അവിടുത്തെ, പാകിസ്ഥാനിൽ പാകിസ്ഥാൻ കറൻസി. അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ക്ലിയർ ആയോ? വളരെ ഈസി അല്ലേ? ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം കേട്ടോ. എങ്കിലാണ് നമുക്ക് ഈസി ആയിട്ട് എല്ലാ ക്വസ്റ്റിനും ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് എല്ലാ ക്വസ്റ്റിനും ആൻസർ ചെയ്യാൻ ഇച്ചിരി ഡിഫിക്കൽട്ടായിരിക്കും. ഓക്കെ, ഞാൻ അടുത്തത് PYQ 2017 കേട്ടോ. 2017 PYQ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെയാണ് സ്കെലറ്റൽ അതായത് അസ്ഥിഗുണം അല്ലേ? സ്കെലറ്റൽ സിസ്റ്റം അല്ലേ? ദെൻ ബോഡി തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ബോഡിക്ക് സ്ട്രക്ചറും സ്ട്രെങ്ത്തും ഒക്കെ കൊടുക്കുന്ന എന്താണ്? സ്കെലറ്റൻ ആണ് അല്ലേ? അസ്ഥികൂടാണ് അല്ലേ? നമ്മളുടെ ബോഡിക്ക് വേണ്ട സ്ട്രെങ്ത്തും ഷേപ്പും ഒക്കെ കൊടുക്കുന്നത് എന്താണ്? അസ്ഥികൂടം അല്ലേ? അപ്പോൾ ഗ്രാമർ ഏതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ് നമ്മളുടെ ചോദ്യം. ഗ്രാമർ ഏതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കും? അപ്പം ഈ ഒരു ഗ്രാമറിന് അപ്പം ഈ പറഞ്ഞ ഇത് കൊടുക്കുന്ന ഏതാ? ബോഡിക്ക് ഷേപ്പൊക്കെ കൊടുക്കുന്നത് സ്കെൽട്ടൻ സിസ്റ്റം ആണെങ്കിൽ ഗ്രാമർ എന്തിനായിരിക്കും ഒരു കറക്റ്റ് ആയിട്ടുള്ളൊരു ഫൗണ്ടേഷൻ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഏതായിരിക്കും? എഡ്യൂക്കേഷൻ ആണോ ഗ്രാമർ കറക്റ്റ് ആയിട്ടുള്ളൊരു സ്ട്രക്ചർ കൊടുക്കുന്നത്? അല്ല. ഓപ്പോസിറ്റിനാണോ? ഇല്ല, ഓപ്പോസിറ്റ് അതിന് ആവശ്യമില്ല. ദെൻ മീനിങ്ങിനായിരിക്കും ഗ്രാമർ കറക്റ്റ് ആയിട്ടുള്ളൊരു ഇത് കൊടുക്കുന്നത്? ഏതിനായിരിക്കും? ലാംഗ്വേജ് അല്ലേ? നമ്മൾ എല്ലാ ലാംഗ്വേജ് എടുത്താലും നമുക്ക് എന്ത് പഠിക്കാനുണ്ടാവും? ഗ്രാമർ പഠിക്കാനുണ്ടാവും. വിത്തൗട്ട് ഗ്രാമർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആവില്ല അല്ലേ? അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ളൊരു സ്ട്രക്ചർ ലാംഗ്വേജിന് കൊടുക്കുന്നത് എന്താണ്? ഗ്രാമറാണ്. അതേ റിലേഷൻ തന്നെയല്ലേ ഇവിടെ ഉള്ളത്? സ്കെലറ്റൻ എവിടെയുണ്ട്? ദെൻ ആ സ്കെലറ്റൻ ആണ് ബോഡിക്ക് കറക്റ്റ് ആയിട്ടുള്ള ഷേപ്പ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഗ്രാമർ എന്ന് പറയുന്നതാണ് ലാംഗ്വേജിന് കറക്റ്റ് ആയിട്ടുള്ളൊരു ഫ്രെയിം ചെയ്യുന്നത് അല്ലേ? ഗ്രാമറാണ് ലാംഗ്വേജിനെ ഫ്രെയിം ചെയ്യുന്നത് അല്ലേ? ഗ്രാമർ ഇല്ലെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടാണ്. നമ്മൾ പറയുന്നത് എന്താണെന്ന് ബാക്കിയുള്ളവർക്ക് മനസ്സിലാവില്ല. അതിപ്പം ഏത് ലാംഗ്വേജിലാണെങ്കിലും, ഇപ്പം മലയാളം ആയിക്കോട്ടെ, ഹിന്ദി ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, നമുക്ക് ഗ്രാമർ ഉണ്ടാവും. ഗ്രാമർ ഇല്ലെങ്കിൽ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ സാധ്യമാവില്ല. ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. യെസ്, ക്യാമൽ, ഡെസേർട്ട്, ദെൻ ഷിപ്പ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാലേ. ഡെസേർട്ടിൽ എന്ത് കാണാൻ പറ്റും? നമുക്ക് ഒട്ടകങ്ങളെ കാണാൻ പറ്റും. ദെൻ നമുക്ക് ഷിപ്പ് എവിടെ കാണാൻ പറ്റും? അല്ലെങ്കിൽ ഒട്ടകം നമുക്ക് മരുഭൂമിയിൽ കാണാൻ പറ്റും. കപ്പൽ നമുക്ക് എവിടെ കാണാൻ പറ്റും എന്നുള്ളതല്ലേ നമ്മുടെ ചോദ്യം അല്ലേ? അതായത് അങ്ങനെയല്ലേ ചോദ്യം. ക്യാമലിനെ ഡെസേർട്ടിൽ നമുക്ക് കാണാൻ പറ്റും, ക്യാമലിനെ. ദെൻ ഷിപ്പിനെ നമുക്ക് എവിടെ കാണാൻ പറ്റും? ലാൻഡിലാണോ ഷിപ്പ് നമുക്ക് കാണാം? അതെന്താണെങ്കിലും അല്ല. മൗണ്ടനിലാണോ ഷിപ്പിനെ നമുക്ക് കാണാൻ പറ്റുക? ഇല്ല. ദെൻ അവിടെ ഫോറസ്റ്റിൽ നമുക്ക് ഷിപ്പിന് എന്തായാലും കാണാൻ പറ്റില്ല. 2017 ക്വസ്റ്റ്യൻ ആണിത്. ദെൻ ഓഷ്യനിലായിരിക്കും എന്തിനെ കാണാൻ പറ്റുക? ഷിപ്പിനെ കാണാൻ പറ്റും. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ് അല്ലേ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. യെസ്, അയേൺ, മൈൻ അല്ലേ, പാഡി എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ് നമ്മളുടെ ചോദ്യം. അയൺ മൈനുമായിട്ട് ദെൻ പാഡി എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കും എന്നതാണ് അല്ലേ നമ്മളുടെ ചോദ്യം. അയൺ മൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇരുമ്പ് ഖനിയിലെ ഇരുമ്പ് ഖനിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പാഡി എന്തുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? അതായത് ഇരുമ്പ് ഖനിയിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുക? ഇരുമ്പ് അല്ലേ? കൂടുതലായിട്ട് നമുക്ക് കിട്ടണ എവിടെ നിന്നാണ്? ഇരുമ്പ് ഖനിയിൽ നിന്നാണ്. അപ്പം നെല്ല് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക എന്നുള്ളതാണ് ഇതിനകത്തെ ഒരു റിലേഷൻ എന്ന് പറയുന്നത്. ഇരുമ്പ് ഖനിയിൽ നിന്നാണ് കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നെങ്കിൽ അതിൻ്റെ സോഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് ഖനിയാണെങ്കിൽ
നെല്ലിൻ്റെ ഉറവിടം എവിടെയാണ് എന്നുള്ളതാണ് ഇതിനകത്തെ റിലേഷൻ. അതാണ് നമ്മളിനി കണ്ടുപിടിക്കാൻ വേണ്ടി പോണത്. ഓക്കെ ഓക്കെ അപ്പം നമുക്ക് നോക്കാം. അതായത് പാഡി കൂടുതലായിട്ടും അഗ്രികൾച്ചറിൽ നിന്നാണോ കിട്ടുന്നത്? അല്ല അല്ലേ. പാഡി കൂടുതലായിട്ട് അഗ്രികൾച്ചർ എന്ന് പറയുമ്പം കൃഷി ഇത് ഫുള്ളായിട്ട് വരൂലേ? ഇതല്ല. പാഡി ഏതിൽ നിന്നല്ല വരുന്നത്. അഗ്രികൾച്ചർ എന്ന് നമുക്ക് കോമൺ ആയിട്ട് പറയാൻ പറ്റില്ല. പിന്നെ പാഡി എവിടുന്ന ഫാക്ടറിയിൽ നിന്നാണോ നമുക്ക് കിട്ടുന്നത്? അല്ല, ഫാക്ടറിയിൽ നിന്നും അല്ല. അപ്പോൾ നമുക്കിതും അല്ലാന്ന് മനസ്സിലായി. ദെൻ പാഡി ഷോപ്പിൽ നിന്ന് കിട്ടും, പക്ഷെ നെല്ലല്ലല്ലോ, അരിയായിട്ടല്ലേ. പക്ഷെ നമുക്ക് എവിടെ നിന്നാണ് കൂടുതൽ കിട്ടുന്നത്? ഷോപ്പിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്നത്. അതല്ല, ഇതിൻ്റെ സോഴ്സ് എവിടെ നിന്നാണെന്നുള്ളതാണ്. അയൺ മൈൻ, അതായത് പാഡി എവിടെ നിന്നാണെന്നുള്ളതാണ്. ഫീൽഡ് അല്ലേ, പാടത്തു നിന്നല്ലേ നമുക്ക് പാഡി അല്ലെങ്കിൽ നെല്ല് കിട്ടണത് അല്ലേ. അപ്പം നമുക്ക് എന്ത് കിട്ടിയ ആൻസർ? പാടന്ന് കിട്ടിയില്ലേ, ഫീൽഡ് അല്ലേ. അയൺ മൈൻ ദെൻ പാഡി ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു നമുക്ക് മനസ്സിലായി. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ഇത് 2017 ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, പിവൈക്കാണ്. അപ്പം ഹാർട്ട് കാർഡിയോളജി ആയിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുമെങ്കിൽ എന്തുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? അപ്പോൾ നമ്മൾ കുറേ സ്റ്റഡീസ് നമ്മൾ പഠിക്കണം കേട്ടോ, എങ്കിൽ മാത്രമേ ഇതിൻ്റെ ആൻസർ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഹാർട്ട് കാർഡിയോളജി ആണ് എന്ന് പറയുമ്പോൾ ഹാർട്ടിനെ കുറിച്ചുള്ള പഠനമാണ് കാർഡിയോളജി, അല്ലെങ്കിൽ ആ ഒരു വിഭാഗമാണ് അല്ലേ കാർഡിയോളജി എന്ന് പറയുന്നത്. അപ്പോൾ എന്തുമായിട്ട് ഏത് വിഭാഗമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ന്യൂറോളജി ആണോ? ന്യൂറോളജി എന്തുമായിട്ടാണ്, എന്തിൻ്റെ പഠനമാണ് ന്യൂറോളജി എന്ന് പറയുന്നത്? നെർവിൻ്റെ അല്ലേ. ന്യൂറോ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, വാക്കിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ന്യൂറോ എന്ന് പറയുന്നത് നെർവിനെ കുറിച്ചുള്ള പഠനമാണ്. ബി ഓപ്ഷൻ എന്താ? ഓങ്കോളജി ആണോ അതിനെക്കുറിച്ചുള്ള പഠനം? അല്ല. അല്ലെങ്കിൽ ഐയുടെ ഒരു സ്പെഷ്യലിസ്റ്റ് ഓങ്കോളജിസ്റ്റ് ആണോ? അല്ല. എന്താണ് ഓങ്കോളജി? എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്? ക്യാൻസർ അല്ലേ. ഓങ്കോളജി ക്യാൻസറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ പിന്നെ ഏതാ? ഓഫ്താൽമോളജി, അതാണോ? ഓഫ്താൽമോളജി ആണോ ആൻസർ? ഐസുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഐസുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന സ്പെഷ്യലിസ്റ്റ് ആണ് ഇത് ഓഫ്താൽമോളജി അല്ലെങ്കിൽ ഓഫ്താൽമോളജിസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ദെൻ ഗൈനക്കോളജി എന്താ? വുമൺസിൻ്റെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റമായിട്ട് റിലേറ്റ് ചെയ്തതാണ് ഈ പറഞ്ഞ ഗൈനക്കോളജി. അപ്പം ഇതുമല്ല ആൻസർ. അപ്പോൾ ഏതാ? എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. ഓഫ്താൽമോളജി. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇവിടെ കുറച്ച് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, ഇത് നിങ്ങൾ അറ്റ്ലീസ്റ്റ് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഓങ്കോളജി അത് നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ, ക്യാൻസറുമായിട്ട് റിലേറ്റ് ചെയ്താണ് അല്ലേ സ്പെഷ്യലിസ്റ്റ്. ദെൻ ന്യൂറോളജിസ്റ്റ് എന്തുമായിട്ടാണ്? നെർവുമായിട്ട്. കാർഡിയോളജിസ്റ്റ് ഹാർട്ടുമായിട്ട്. ഓഫ്താൽമോളജിസ്റ്റ് ഐയുമായിട്ട്. ഓർത്തോപെഡിസ്റ്റ് ഏതുമായിട്ടാണ്? ബോണുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. പൾമിനറോളജിസ്റ്റ് ലങ്സുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളും കൂടി നിങ്ങൾ നന്നായി അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ ഇനി അടുത്ത എക്സാമിന് ഇതിൽ ഏതെങ്കിലും ഒന്ന് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം ഇതും കൂടി നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കണേ. ഓക്കെ, ഓക്കെ. ഇതിനെന്താണ്? സ്ക്വയർ എന്തുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? ഇവിടെ കൊടുത്തിരിക്കുന്നത് ക്യൂബുമായിട്ട്. ദെൻ സർക്കിൾ എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളുടെ ചോദ്യം. നമുക്കറിയാമല്ലേ സ്ക്വയർ എങ്ങനെ ഇരിക്കും? സ്ക്വയർ ഇതിങ്ങനെ ഇരിക്കും. സ്ക്വയർ എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ക്യൂബ് എങ്ങനെയാണ്? 3D ആണല്ലേ, 3 ഡയമെൻഷണൽ രൂപമാണ് ഏത് ക്യൂബ് എന്ന് പറയുന്നത്. അപ്പം ക്യൂബ് സ്ക്വയർ എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? ക്യൂബുമായിട്ട്. അപ്പോൾ സ്ക്വയർ ക്യൂബുമായിട്ടാണെങ്കിൽ സർക്കിൾ എന്തുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് നമ്മളുടെ ചോദ്യം. എന്തുമായിട്ടായിരിക്കും? സിലിണ്ടർ ആയിട്ടാണോ റിലേറ്റ് ചെയ്തിരിക്കുന്നത്? അല്ല, സിലിണ്ടർ ആയിട്ടല്ല അല്ലേ റിലേറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം സർക്കിൾ ഇങ്ങനെ ഇരിക്കും, സിലിണ്ടർ അങ്ങനെയല്ലല്ലോ. സിലിണ്ടർ എങ്ങനെയാണ് ഷേപ്പ്? ഇങ്ങനെയാണ് സിലിണ്ടർ ഇരിക്കുക. അപ്പം സർക്കിൾ ഏതുമായിട്ടാണ്? സിലിണ്ടർ അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി. സെമി സർക്കിൾ ആണോ? അല്ല. സെമി സർക്കിൾ അതല്ല. അതായത് ഇവർ പറഞ്ഞിരിക്കുന്ന റിലേഷൻ സ്ക്വയറിൻ്റെ 3D ആണ്. അതായത് സ്ക്വയർ എന്ന് പറയുന്നത് 2 ഡയമെൻഷനിലാണ്, ക്യൂബ് എന്ന് പറയുന്നത് 3 ഡയമെൻഷനിലാണ്. അപ്പോൾ ഇവിടെ 2 ഡയമെൻഷനിൽ ഇതാണ് സർക്കിൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ 3 ഡയമെൻഷനിൽ എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ.
അപ്പം സിലിണ്ടർ അല്ല എന്ന് നമുക്ക് മനസ്സിലായി. ദെൻ സെമി സർക്കിൾ ആണോ? സെമി സർക്കിളും അല്ല, കാരണം സെമി സർക്കിൾ ഒന്നാമത് തന്നെ 2 ഡയമെൻഷനിലാണല്ലേ. പിന്നെന്താ, എലിപ്സ് ആണോ? ഇങ്ങനെ ഒരു ഷേപ്പാണോ? അല്ല. അപ്പോൾ എലിപ്സും അല്ല. ദെൻ സ്ഫിയർ ആണോ? യെസ്, ബോൾ പോലെ ഉരുണ്ടിരിക്കുന്നത് അല്ലേ, അതാണ് സ്ഫിയർ എന്ന് പറയുന്നത്. അപ്പം സർക്കിളിൻ്റെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത് സ്ഫിയർ ആണ്. സ്ക്വയർ ക്യൂബായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ സർക്കിള് സ്ഫിയറുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് സർക്കിളിൻ്റെ 3 ഡയമെൻഷൻ എന്നൊക്കെ പറയുന്ന ഉണക്കത്തെ രൂപമാണ് ഇതെന്ന് പറയുന്നത്, സ്ഫിയർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ കാര്യങ്ങൾ? ക്ലിയർ ആയോ? ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ. ഇനി 2017 ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇപ്പോഴും നമ്മൾ ചെയ്യുന്നത് 2017 ക്വസ്റ്റ്യൻ ആണ്. ഡോക്ടർ എന്തുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? പേഷ്യൻറ്റുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ ലോയർ ഏതുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് നമ്മളിനി കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ഡോക്ടർ പേഷ്യൻറ്റുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ലോയർ ആരുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുക? ലോയറുടെ അടുത്ത് വരുന്ന ആളുകൾ നമ്മൾ എന്താ പറയാറ്? എന്താണ് ലോയറുടെ അടുത്ത് വരുന്ന ആളുകൾ നമ്മൾ സാധാരണയായിട്ട് പറയാം? ജഡ്ജ് എന്നാണോ പറയാറ്? ഇല്ല, ജഡ്ജല്ല. ക്ലർക്കാണോ? ഇല്ല, ക്ലർക്കും അല്ല. മജിസ്ട്രേറ്റ് ആയിരിക്കും ലോയറിൻ്റെ അടുത്ത് വരുന്ന ആളുകൾ. ഡോക്ടറിനെ കാണാൻ പേഷ്യൻ്റ് വരുന്നു, ദെൻ ലോയറെ കാണാൻ ആര് വരുന്നു? ആരാണ് വരുന്നത്? മജിസ്ട്രേറ്റ് അല്ല. ദെൻ ആരാണ്? ക്ലയൻസ് ആണ് അല്ലേ, ക്ലയൻ്റ് ആണ് വരുന്നത്. ലോയറെ കാണാൻ ആരാ വരിക? ക്ലയൻസ് ആണ് വരിക. അപ്പോൾ ഇവിടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഏതാ? ക്ലയൻറ്റ്. ക്ലിയർ ആയോ? 27th ക്വസ്റ്റ്യൻ്റെ ആൻസർ എല്ലാവർക്കും കിട്ടിയിരുന്നോ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താ? പേജ് ബുക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതേപോലത്തെ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഇത് പക്ഷേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പക്ഷെ നമ്മൾ ഒരു മോഡൽ ക്വസ്റ്റ്യൻ, ഇതല്ല വേറെ ഇതേ ടൈപ്പ് പറഞ്ഞാൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് 2018 ഒരു ക്വസ്റ്റ്യൻ ആണ്. പേജ് ബുക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ സോൾജിയർ എന്തുമായിട്ടാണ് റിലേറ്റ് ചെയ്തതെന്നാണ് നമ്മളുടെ ചോദ്യം. അതായത് കുറേ പേജ് കൊണ്ടാണല്ലേ ബുക്കുള്ളത്, അതായത് ബുക്കിൽ കുറേ പേജുകൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ സോൾജിയറിൽ എന്തായിരിക്കും? അതായത് ബുക്കിൽ കുറേ പേജുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ പേജ് കൊണ്ടാണ് ബുക്കുള്ളത് അല്ലേ. ആ ഒരു റിലേഷനിൽ മറ്റേ സോൾജിയറുമായിട്ട് എന്തായിരിക്കും റിലേറ്റ് ചെയ്തിട്ടുണ്ടാവുക? എന്തായിരിക്കും? ലെറ്റേഴ്സ് ആയിരിക്കുമോ സോൾജിയറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ടാവുക? ഇല്ല, സോൾജിയറും ലെറ്റേഴ്സും തമ്മിൽ യാതൊരു ബന്ധവുമില്ല അല്ലേ. അപ്പോൾ സോൾജിയറും ലെറ്റേഴ്സും അല്ല. ദെൻ റെജിമെൻ്റ് ആയിരിക്കുമോ? സോൾജിയറും, അതായത് പേജും ബുക്കും പോലെയുള്ള റിലേഷൻ ആണോ? അതായത് ബുക്കിൻ്റെ ഉള്ളിൽ ഫുൾ പേജസ് ആയിരിക്കും അല്ലേ. അതായത് സോൾജിയേഴ്സിൻ്റെ അപ്പം കയ്യിലോ അല്ലെങ്കിൽ സോൾജിയറിൻ്റെ ഒപ്പം എന്തായിരിക്കും ഉണ്ടാവുക? റെജിമെൻ്റ് അല്ല. ക്യാപ്റ്റൻ ആയിരിക്കുമോ? അല്ല. റൈഫിൾ ആയിരിക്കുമല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞു സോൾജിയർ എപ്പോഴും ഒരു തോക്ക് എന്തിയ ഒരു രൂപ അല്ലേ നമുക്ക് സോൾജിയേഴ്സിൻ്റെ വരാം. അപ്പം പേജ് ബുക്കുമായിട്ടാണെങ്കിൽ സോൾജിയർ ഏതുമായിട്ടാണ്? റൈഫിളുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇൻഡിവിജ്വൽ 2018 ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ദെൻ ഇൻഡിവിജ്വൽ, ഫാമിലി. ദെൻ ഫാമിലി എന്തുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് നമ്മളുടെ ചോദ്യം. ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയില്ലേ, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു വ്യക്തിയാണ് ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ. ഒരു വ്യക്തി ഒരു കുടുംബത്തിൻ്റെ ഭാഗമാണ് അല്ലേ. അപ്പോൾ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരു കുടുംബത്തിലെ ഭാഗമാണ്. അപ്പോൾ ഒരു കുടുംബം എന്തിൻ്റെ ഭാഗമായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഒരു വ്യക്തി എന്ന് പറയുന്ന ഒരാൾ ഒരു കുടുംബത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ കുടുംബം എന്ന് പറയുന്നത് ഈ ഓപ്ഷനിൽ ഏതിൻ്റെ ഭാഗമായിരിക്കും? സ്റ്റേറ്റിൻ്റെ ഭാഗമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്. പക്ഷേ ഇത് ഫസ്റ്റ് പ്രയോറിറ്റി അല്ലേ. ഒരു വ്യക്തി ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുടുംബത്തിൽ നിന്നാണ് അല്ലേ പറയണവർ. അത് ഏറ്റവും നെക്സ്റ്റ് ഒരു വ്യക്തി ഏറ്റവും അറ്റാച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഇതെന്ന് പറയുന്നത് കുടുംബമാണ്. അപ്പോൾ ആ കുടുംബം ഏറ്റവും നിയറസ്റ്റ് ഒരു അറ്റാച്ച് ആയിട്ടുള്ള ഒരു ഇതാണ് നമ്മൾ ഓപ്ഷനാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ് ഇതിനകത്ത് വരില്ല, ഈ ഒരു റിലേഷനിൽ അത് വരില്ല. ഹൗസ് ആണോ? ഹൗസ് അല്ല, വീട് എന്നുള്ള അർത്ഥത്തിലല്ല. രാഷ്ട്രം ആണോ എന്ന് ചോദിച്ചാൽ പക്ഷേ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള റിലേഷൻ അല്ല. അപ്പോൾ നമുക്ക് ക്ലോസ് ആയിട്ടുള്ള റിലേഷൻ ആകാൻ വേണ്ടത്, കാരണം വ്യക്തി കുടുംബമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള റിലേഷനാണ് വേണ്ടത്. അപ്പോൾ കുടുംബം, കുറേ കുടുംബങ്ങൾ ചേരുമ്പോഴാണല്ലോ ഒരു സൊസൈറ്റി ഉണ്ടാവുന്നത് അല്ലേ. അപ്പം കുടുംബം എന്തുമായിട്ട്? ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു സൊസൈറ്റി ആയിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആയോ? റിലേഷൻ മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്.
ക്ലിയർ ആയോ? ഓക്കെ. അപ്പം എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ക്ലിയർ ആയി എന്ന് തോന്നുന്നു. ദെൻ നമുക്ക് നമ്മുടെ സമയം 7:40 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നിർത്താനുള്ള സമയമായിട്ടുണ്ട്. ഓക്കെ. ദെൻ എല്ലാവരും മറ്റേ വീഡിയോസൊക്കെ കാണാം, ലൈക്ക് ചെയ്യാം, വീണ്ടും വീണ്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്ത് കാണാം. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ഓക്കെ, ബൈ.